പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഗാസയിൽ ഹമാസിന്റെ ഭൂഗർഭ ഒളിത്താവളങ്ങളിലേക്ക് കടൽ വെള്ളം പമ്പ് ചെയ്ത് ഇസ്രായേൽ സൈന്യം വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ് ഹമാസിനെ. ഹമാസ് ഭീകരരുടേത് എന്ന് സംശയിക്കുന്ന എല്ലാ തുരങ്കങ്ങളിലും സൈന്യം കടൽ വെള്ളം പമ്പ് ചെയ്ത് നശിപ്പിച്ചു. ഹമാസ് ഭീകരരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഇത്തരത്തിൽ ഹമാസ് ഭീകരരുടെ 100 കണക്കിന് ഒളിത്താവളങ്ങൾ തകർത്തതായി സൈന്യം വ്യക്തമാക്കി. ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഹമാസ് ഭീകരരുടെ പ്രധാന ഒളിത്താവളങ്ങളാണ് ഇത്തരം തുരങ്കങ്ങൾ. ബന്ദികളാക്കിയവരെ താമസിപ്പിക്കാനും യുദ്ധസാമഗ്രികൾ സൂക്ഷിക്കാനുമെല്ലാം ഈ തുരങ്കങ്ങളാണ് ഭീകരർ ഉപയോഗിച്ചിരുന്നത്. കടൽ വെള്ളം പമ്പ് ചെയ്ത് ഇത്തരം ടണലുകൾ ഉപയോഗശൂന്യമാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു. ഹമാസിന്റെ ഒളിത്താവളങ്ങളിൽ കടൽ വെള്ളം പമ്പ് ചെയ്ത് നശിപ്പിക്കുന്നു എന്ന വാർത്തകൾ ഇതിനു മുമ്പും പുറത്തു വന്നിരുന്നെങ്കിലും ഇസ്രായേൽ സൈന്യം ഇതിനോടൊന്നും അനുകൂലമായോ പ്രതികൂലമായോ പ്രതികരിച്ചിരുന്നില്ല. എന്നാൽ ഇത് സ്ഥിരീകരിച്ചുകൊണ്ട് എക്സിലൂടെ സൈന്യം വളരെ വ്യക്തമായും പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയും ഹമാസ് ഭീകരരെ തുരത്താൻ ഞങ്ങൾ എന്തു മാർഗവും സ്വീകരിക്കുമെന്ന്. ഇസ്രായേൽ സൈന്യത്തിന്റെ കരുത്തും ആസൂത്രണ മികവും വ്യക്തമാക്കുന്ന മറ്റൊരു ഓപ്പറേഷൻ കൂടിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ആയുധധാരികളായ സൈനികർ, ഡോക്ടർമാർ, നഴ്സുമാർ തുടങ്ങിയ ആരോഗ്യ പ്രവർത്തകരുടെ വേഷത്തിൽ ആശുപത്രിയിലെത്തി 3 ഹമാസ് ഭീകരരെ തെരഞ്ഞു പിടിച്ച് ഇസ്രായേൽ സൈന്യം വധിച്ചു. സൈലൻസർ ഘടിപ്പിച്ച തോക്കുകളുമായിട്ടായിരുന്നു സൈന്യം എത്തിയത്. വെളുത്ത കോട്ട് ധരിച്ചെത്തിയവർക്കൊപ്പം വീൽ ചെയറിലിരിക്കുന്ന രോഗികളുടെ ബന്ധുക്കളുടെയും ഒക്കെ ഭാഗവും സൈനികർ തന്നെ അഭിനയിച്ചപ്പോൾ ഓപ്പറേഷൻ പൂർത്തിയാകുന്നതുവരെ ആർക്കും ഒരു സംശയവും തോന്നിയില്ല. ചിലർ കൃത്രിമ താടി വെച്ച് മുസ്ലിം മതവിശ്വാസികളുടെ വേഷത്തിലെത്തിയപ്പോൾ മുസ്ലിം വനിതകൾ ധരിക്കുന്ന ബുർക്ക ഉൾപ്പെടെയുള്ള വേഷങ്ങൾ ധരിച്ചും സൈനിക അംഗങ്ങൾ ഓപ്പറേഷൻ എത്തിയിരുന്നു. വെസ്റ്റ് ബാങ്കിലെ ജനീനിലുള്ള ഇബ്നു സീന ആശുപത്രിയിലായിരുന്നു പിഴവില്ലാത്ത ഈ ഓപ്പറേഷൻ നടത്തി വിജയകരമായി പൂർത്തീകരിച്ചത്. ഡോക്ടർ ഡെത്ത് എന്ന് നാമകരണം ചെയ്ത ഈ ഓപ്പറേഷനിൽ നഴ്സുമാരുടെ വേഷത്തിലെത്തിയ സൈനികരും അതുപോലെ സൈനിക വനിതകളും പങ്കെടുത്തിരുന്നു. ആശുപത്രി വരാന്തയിൽ റൈഫിളുകളുമായി നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ചൊവ്വാഴ്ച വെളുപ്പിന് നടത്തിയ ഓപ്പറേഷനിൽ 3 ഹമാസ് ഭീകരരെ വധിച്ചതായി ഇസ്രായേലി സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. വെറും 10 മിനിറ്റ് മാത്രമാണ് ഈ ഓപ്പറേഷൻ നീണ്ടു നിന്നത്. ആശുപത്രിയിലെ റീഹാബിലിറ്റേഷൻ വാർഡിന്റെ ചോര പുരണ്ട ചുമരുകളുടെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇസ്രായേൽ സൈന്യത്തിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് വിഭാഗമാണ് ഈ ഓപ്പറേഷൻ സ്പെഷ്യൽ ഓപ്പറേഷൻസ് എന്ന് പേരിട്ടതും ഈ ഓപ്പറേഷൻ നടത്തി വിജയിപ്പിച്ചതും. ഇബ്നു സീന ഹോസ്പിറ്റലിന്റെ 3-ാം നിലയിൽ 3 ഹമാസ് കമാൻഡർമാർ സുരക്ഷിതമായി ഇരിക്കുന്നു എന്ന ഇന്റലിജൻസ് വിവരം ലഭിച്ചതിനെ തുടർന്നായിരുന്നു ഈ ഓപ്പറേഷൻ. ജനീനിലെ അൽഖസം ബ്രിഗേഡിന്റെ നേതാവും വക്താവുമായ മുഹമ്മദ് ജലാംനെഹ് മരിച്ചവരിൽ ഉൾപ്പെടുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള പരിശീലനം ലഭിച്ച വ്യക്തിയാണ് ഈ 27-കാരൻ. ഒക്ടോബർ 7-ാം തീയതി നടത്തിയ കൂട്ടക്കൊലയുടെ ചുവടുപിടിച്ച് മറ്റൊരു ആക്രമണവും കൂടി ആസൂത്രണം ചെയ്യുകയായിരുന്നു ഇയാളെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിദേശത്തുള്ള ഹമാസ് നേതാക്കളുമായി ബന്ധം പുലർത്തുന്ന ഇയാൾക്ക് നേരത്തെ ഒരു കാർ ബോംബ് ആക്രമണം നടത്താൻ ശ്രമിക്കുന്നതിനിടയിൽ പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇയാൾക്കൊപ്പം കൊല്ലപ്പെടുന്നത് മുഹമ്മദ് ഖസാവി, ബേസിൽ ഖാസവി എന്നീ 2 സഹോദരന്മാരാണ്. ഇതിൽ മുഹമ്മദ് ജനിൻ ബ്രിഗേഡിലെ സജീവ പ്രവർത്തകനാണ്. ഇസ്രായേൽ സൈന്യത്തിന് നേരെയുള്ള ആക്രമണം ഉൾപ്പെടെ നിരവധി കേസുകളിലെ പിടികിട്ട പുള്ളി കൂടിയാണ് ബേസിലും തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന വ്യക്തിയാണ്. ഗാസയിൽ ഹമാസുകാർ ഉണ്ടാക്കിയ തുരങ്കങ്ങളിലൂടെ നുഴഞ്ഞു കയറി ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിനെ മുഴുവനും ചോരക്കളമാക്കി മാറ്റിയ അതുപോലെ ഒരു ഓപ്പറേഷനും കൂടി ആരംഭിക്കാനായിരുന്നു ഇവർ ശ്രമിച്ചിരുന്നത്. അങ്ങനെ ശ്രമിച്ച 3 ഭീകരരെയാണ് ഇസ്രായേൽ വിജയകരമായി പൂപറിക്കുന്ന ലാഘവത്തോടെ പറിച്ചെറിഞ്ഞത്. അവരുടെ 3 പേരുടെ സ്വപ്നങ്ങളാണ് ചവിട്ടി മെതിച്ചത്. അതുവഴി ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകൾക്ക്, ഇസ്രായേലിയർക്ക് ജീവൻ നഷ്ടപ്പെട്ടില്ല, ജീവൻ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. സൈനികർ അവസരോചിതമായി
ബുദ്ധിപൂർവവും യുക്തിസഹമായ സാഹചര്യത്തിലും ഒരുമിച്ച് നിന്ന് അഭിപ്രായ വ്യത്യാസമില്ലാതെ പോരാടിയതുകൊണ്ട് കൃത്യമായി അവരെ പിടിക്കാൻ കഴിഞ്ഞു. തങ്ങളോടൊപ്പമുള്ളത് മുസ്ലിങ്ങൾ തന്നെയാണ്, പലസ്തീനികൾ തന്നെയാണ്, ഗാസക്കാർ തന്നെയാണ് എന്ന് ഉറച്ചു വിശ്വസിച്ച ഹമാസ് ഭീകരരെ കുടുക്കാൻ 10 മിനിറ്റ് മാത്രമേ അവർക്ക് വേണ്ടി വന്നുള്ളൂ. അതെ, ഇപ്പോഴും ഹമാസ് ഭീകരർ ഒളിച്ച് താമസിക്കുകയാണ്. ഹോസ്പിറ്റലുകളിൽ രോഗികളുടെ വേഷത്തിലും അതുപോലെ കൂട്ടിരിപ്പുകാരുടെ വേഷത്തിലും മുറിവ് പറ്റി, ചതവ് പറ്റി, പൊട്ടല് പറ്റി, കൈ പോയി, കാല് പോയി, കണ്ണു പോയി, പല്ല് പോയി എന്നൊക്കെയുള്ള രൂപത്തിൽ പല വേഷങ്ങളും കെട്ടിയാടുന്നുണ്ട് ഇവരുടെ ഏറ്റവും വലിയ അഭയ കേന്ദ്രങ്ങൾ ഇന്ന് അഭയാർത്ഥി ക്യാമ്പുകളും ആശുപത്രികളുമാണ്. അവിടെ അവർ വേഷം മാറി ഇങ്ങനെ നടക്കുമ്പോൾ ഇസ്രായേലിയർക്കും തോന്നി, നമുക്കിവരെ പിടിക്കാൻ ഇവര് പഠിപ്പിച്ചു തന്നെ അതേ മാർഗം പ്രയോഗിച്ചാൽ എന്ത്. അങ്ങനെയാണ് അതേ മാർഗം തന്നെ അങ്ങോട്ട് പ്രയോഗിച്ച് വിജയകരമായി പൂർത്തീകരിച്ചത്. ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിൽ നടന്ന ഒരു സംഗീത സദസ്സിലെ ഹറാമായ കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ് 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകം ഒരു കയ്യിൽ ആയുധവുമായി ഇറങ്ങി തിരിച്ച ഹമാസ് ഭീകരർ ഇസ്രായേലിനുമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നു. 1400 പേരുടെ ജീവൻ അപഹരിക്കുകയും 257ഓളം പേരെ പിടിച്ചുകെട്ടി ബന്ദികളാക്കുകയും ചെയ്ത് ഇസ്രായേലിനെ മുഴുവനും ചോര കൊണ്ട് ചുവപ്പിച്ച ഹമാസ് ഭീകരരുടെ യുദ്ധക്കൊതി അവസാനിപ്പിക്കാൻ ഇസ്രായേലും തീരുമാനിച്ചു. യുദ്ധമെങ്കിൽ യുദ്ധം തന്നെ. വെല്ലുവിളി ഏറ്റെടുത്ത ഇസ്രായേൽ യുദ്ധം പ്രഖ്യാപിച്ചു. അങ്ങനെ കടലിലും വ്യോമമാർഗത്തിലും കരയിലും തുരങ്കത്തിലുമൊക്കെയായി വിവിധ രൂപത്തിൽ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചപ്പോൾ ഹമാസ് വിട്ടോടിപ്പോയി. ഹമാസുകാർ ആദ്യം ഓടിയെത്തിയത് ഈജിപ്തിലായിരുന്നു. ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണം, നിങ്ങളും ഇസ്രായേലുമായി നല്ല ബന്ധമാണല്ലോ, യുദ്ധം ഒന്ന് അവസാനിപ്പിക്കാൻ പറയണം. പിന്നീട് പോയത് തുർക്കിയിലേക്കായിരുന്നു, പിന്നീട് പോയത് ഖത്തറിലേക്കായിരുന്നു. ഇങ്ങനെ യുദ്ധത്തിനു വേണ്ടി വെല്ലുവിളിച്ചിട്ട് ഇസ്രായേലിനെ മുഴുവനും ഇല്ലാതാക്കുമെന്ന് ചലഞ്ച് ചെയ്തിട്ട് തുർക്കിയിലും ഖത്തറിലും ഈജിപ്തിലും ഒക്കെയായി സുഖവാസത്തിലിരിക്കുന്ന ഹമാസ് ഭീകരരെ കേരളം വിളിക്കുന്നത് പോരാളികളെന്നാണ്. ഒരുപക്ഷെ കേരളത്തിന്റെ പോരാളിത്വം അങ്ങനെയായിരിക്കും. ഇരിക്കട്ടെ, ഖത്തറിൽ പോയി അഭയം പ്രാപിച്ച, തുർക്കിയിൽ പോയി അഭയം പ്രാപിച്ച, ഈജിപ്തിൽ പോയി അഭയം പ്രാപിച്ച എല്ലാ ഹമാസ് ഭീകരരുടെയും തലയ്ക്കു ചുറ്റും അതാത് രാജ്യങ്ങളിൽ തന്നെ ഇസ്രായേലിന്റെ മൊസാദ് വട്ടമിട്ട് പറന്നു. ഒടുവിൽ ആ രാജ്യങ്ങൾ ഇവരെ കൈയൊഴിയുകയായിരുന്നു. അങ്ങനെയാണ് ഹിസ്ബുള്ള ഹമാസ് ഭീകരരെ ഏറ്റെടുക്കുന്നത്. ഹിസ്ബുള്ളയുടെ ഈറ്റില്ലത്തിൽ കയറി ഹമാസ് ഭീകരരുടെ തലയെടുത്തു കൊണ്ടുവരികയാണ് മൊസാദ് ചെയ്തത്. ഒടുവിൽ ഇവർ തുരങ്കങ്ങളിൽ, ടണലുകളിൽ അഭയം പ്രാപിച്ചു. സുരക്ഷിതമായി അവർ ഇസ്രായേലിന്റെ അഭയാർത്ഥികളുമായിട്ടാണ് പോയിരുന്നത്. എന്നാൽ പിന്നെ ഇസ്രായേലിയർ ആക്രമിക്കില്ലല്ലോ, ഇസ്രായേൽ സൈന്യത്തിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാം. പക്ഷേ ഇവർക്ക് തെറ്റിപ്പോയി. ഇസ്രായേലിൽ നിന്നും കൊണ്ടുപോയ ബന്ധികൾ ഇസ്രായേലിന് വലുത് തന്നെയാണ്, അതിലും വലുതാണ് രാജ്യം. ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിനു വേണ്ടി 147 ബന്ധികളുടെ ജീവൻ പൊലിഞ്ഞാൽ പോകട്ടെ എന്ന് വിചാരിക്കാൻ ഇസ്രായേലിലെ ജനങ്ങൾക്ക് വിശാലമായ മനസ്സുണ്ട്, രാഷ്ട്രസ്നേഹമുണ്ട്. അതുകൊണ്ടാണ് തുരങ്കങ്ങളിൽ രാപകലില്ലാതെ ആക്രമിക്കാൻ തന്നെ തീരുമാനിച്ച് ഇസ്രായേൽ സൈന്യം പ്രതിജ്ഞയെടുത്ത് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണ് ടണലുകളിൽ കടൽ വെള്ളം കൊണ്ട് നിറയ്ക്കുന്നത്. അങ്ങനെ പുകച്ച് പുറത്ത് ചാടിക്കാൻ തന്നെയാണ് തീരുമാനം. അതല്ലെങ്കിൽ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായും അവർക്ക് പുറത്തു വന്നേ മതിയാകൂ. ബുദ്ധിരാക്ഷസന്മാരായ ഇസ്രായേലരുമായി മുട്ടിനോക്കിയ ഹമാസ് ഭീകരർക്ക് തെറ്റിപ്പോയി. നന്ദി.